കഴിക്കരുത്. കഴിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് നിപ്പ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലായെങ്കിലും ഒക്കെ, പക്ഷെ നമുക്കൊരു സുരക്ഷിതമായ മാർഗ്ഗമല്ലല്ലോ അങ്ങനെ കഴിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. വവ്വാലിനെ എറിയാനോ അടിക്കാനോ ഒന്നും പോയിട്ടില്ല. പിന്നെ ചില കണ്ടീഷനുകളിൽ ഈ നിപ്പ വൈറസ് പിടിപെട്ട് കഴിഞ്ഞാൽ അവർക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖവും തലച്ചോറിൽ നീർവീക്കം, എൻസഫലൈറ്റിസ് ഒക്കെ പറയും, തലച്ചോറിൽ നീര് വരുന്ന കണ്ടീഷനൊക്കെ ചില കേസുകളിൽ വരാറുണ്ട്. അങ്ങനെയുള്ളവർ നമ്മൾ അതിനെ ഹോസ്പിറ്റലായി വെന്റിലേറ്റർ കെയർ, അതായത് അത് വേറെ ഒരു ഇതിലായിട്ട് അങ്ങ് പോയിക്കോളും. നിങ്ങൾക്ക് ബേസിക്കായിട്ട് അറിയാനുള്ള കാര്യങ്ങളെല്ലാം ഞാനിപ്പം ഇതിനെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള എന്താ എല്ലാവരും പല ഇതിലേക്ക് പോയല്ലോ, അന്വേഷണമൊക്കെ പോയി. ഓക്കെ, തീർന്നു. എന്നാ പിന്നെ ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും വിശക്കുന്നുണ്ടോ? ഇല്ലേ? വിശക്കുന്നോ? ശരി, ഓക്കെ. എന്തെങ്കിലും സംശയമുണ്ടോ രോഗങ്ങളെ പറ്റി ചോദിക്കാൻ? എന്തെങ്കിലും സംശയമുണ്ടോ? ചോദിച്ചോ. വവ്വാല് ചത്തു കഴിഞ്ഞാൽ വരുമോന്ന്? നമ്മൾ ആ വവ്വാലിന്റെ അടുത്ത് പോവാതിരുന്നാൽ നമുക്ക് വരുമല്ലോ, ചത്താലും ജീവിച്ചിരുന്നാലും. ഇപ്പൊ ആ വവ്വാലിന്റെ ശരീരത്തില് ആ വൈറസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വവ്വാല് ചത്താലും അവിടെ ഉണ്ട്. നമ്മൾ അതിനെ പോയി കിള്ളിക്കഴിഞ്ഞാൽ നമുക്ക് പിടിക്കും. അതിനെ തൊടാണ്ട് അതങ്ങ് വിട്ടേക്കുക. പിന്നെ നമ്മുടെ വീടിന്റെ പരിസരത്ത് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് എടുക്കാൻ പോയിട്ട് നിങ്ങളുടെ മാതാപിതാക്കളോട് മുതിർന്നവരോട് പറയാം. അവർ അതിൻ്റെതായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് മാറുകയും ചെയ്തോളൂ. കൊറോണ എങ്ങനെ വരുവാ? എനിക്കും അറിയില്ല എങ്ങനെ വരുവാ. ആർക്കെങ്കിലും അറിയാം കൊറോണ എങ്ങനെ വരുവാന്ന്? ഒരാളും പറഞ്ഞ് എനിക്കറിയില്ല എങ്ങനെ കൊറോണ വരുവാ. കൊറോണ വരുമോ? എങ്ങനെ കൊറോണ വരുന്നത്? ഇതുപോലെ ഒരു കുഞ്ഞൻ സൂക്ഷ്മജീവിയിൽ നിന്നാണ് കൊറോണ വൈറസ്. കേട്ടിട്ടില്ല? കൊറോണ വൈറസിൽ നിന്നാണ് കൊറോണ വരുന്നത്. കൊറോണ വന്നു കഴിഞ്ഞാൽ പകരുന്നത് ആ കൊറോണ വന്ന വ്യക്തി ചുമക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ അവരുടെ ശ്രമം വഴി അടുത്ത ആളിലേക്ക് പകരുന്നു. മനസ്സിലായി? അങ്ങനെയാണ് കൊറോണ. കൊറോണയെ പോലെ തന്നെ സെയിം ഒരു സാധനമാണ് ഈ നിപ്പയും. അവരും ഇതുപോലെ ചുമക്കുക തുമ്മുക ഒക്കെ ചെയ്യുമ്പോഴാണ് അടുത്തേക്ക് പകരുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ഒരു 2 മീറ്റർ ഡിസ്റ്റൻസ് എന്ന് വേണം അവരെ ഹാൻഡിൽ ചെയ്യാൻ, സംസാരിക്കാനും എടുക്കാനും. മനസ്സിലായോ? ഓക്കെ. ഞാൻ തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെച്ച് കുടിക്കുകയും പറ്റുമല്ലേ? തിളപ്പിച്ചാറിച്ച വെള്ളം ഫ്രിഡ്ജിൽ വെച്ച് കുടിച്ചാൽ തോർച്ച പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഞാൻ എന്താ പറയാ, തിളപ്പിച്ചാറിച്ച സേഫാണ്. നിങ്ങൾക്ക് തണുത്ത വെള്ളം കുടിക്കണമെന്ന് മസ്റ്റാണെന്നുണ്ടെങ്കിൽ അതൊരു സ്ഥിരമാക്കണ്ട. വല്ലപ്പോഴും എന്നോട് ഒരു കൊതിക്ക് കുടിച്ചോ, തിളപ്പിച്ചാറിച്ച് തരിക്കണേത് അടച്ചു വെക്കണം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ. എന്നും അതൊരു ശീലമാക്കാനും പാടില്ല. എല്ലപ്പോഴും ഒന്നാണ് ലേശം കുടിച്ചേ. ഈ ക്ലൈമറ്റിൽ ശരിക്കും നമ്മൾ തിളപ്പിച്ചാറിച്ച് വെള്ളം ചൂടുവെള്ളം കുടിക്കുന്നതാണ് നല്ലത്. കാരണം ഇങ്ങനെ ചൂട് തണുപ്പ് മാറി വരുന്ന ഒരു ക്ലൈമറ്റ്, ഇടയ്ക്കിടയ്ക്ക് ഒരു മഴ, ഈ ഒരു സമയത്താണ് ഈ സൂക്ഷ്മജീവികളായിട്ടുള്ളവർക്ക് കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ടൈം പീരീഡ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം തിളപ്പിച്ചാറിച്ച വെള്ളം ഫ്രിഡ്ജിൽ വെക്കാണ്ട് തന്നെ കുടിക്കുന്നതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്. ശരി, അപ്പം എല്ലാവർക്കും